കാറ്റ് അടിച്ച് പറത്തുന്ന മഴയെ പോലെയാവും. കാറ്റ് അടിച്ച് പറത്തുന്ന മഴൻ്റെ അവസ്ഥ എന്താ? അവിടെ പെയ്തപ്പോഴത്തിന് ഇവിടെ പെയ്തു, അവിടെ മഴ കണ്ടപ്പോഴത്തിന് ഇവിടെ. നിങ്ങൾക്ക് മനസ്സിലാവണില്ല? നിങ്ങൾ എൻ്റെ ഒപ്പല്ലേ? എന്തൊരു വിവരണമാണ് ഈ പറഞ്ഞതൊക്കെ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ എന്ത് നിലക്കും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവണ എല്ലാ പ്രശ്നവും ഹബീബായ റസൂലുള്ളാഹ് പറഞ്ഞതാല പോയിട്ടില്ല. നിങ്ങൾ നോക്ക്, നല്ല രസമുള്ള ഹദീസാണത്. എങ്ങനെയായിരിക്കും അവൻ ഈ ഭൂമിയിൽ യാത്ര ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കൽ ഗൈഥി, മഴയെപ്പോലെ യാത്ര ചെയ്യും. കാറ്റ് അടിച്ചു പറത്തുന്ന മഴയെപ്പോലെ ആയിരിക്കും. ഫയഅതി അലൽ ഖൗമി, ഒരു ജനതയുടെ അരികിൽ ചെല്ലും. ഫയദുഹും യൂമിനൂന ബി, എന്നെ കൊണ്ട് വിശ്വസിക്കണമെന്ന് ഓരോ നാട്ടിലും പോയി പറയും. ഫയസ്തജീബൂന ലഹു, എല്ലാവരും അവന് ഉത്തരം കൊടുക്കും. ഫയഉമുറു ബി അസ്സമാ, ആളുകൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. മഴ വേണ്ടവരോട് പറയും, മഴ വേണ്ടവർക്ക് മഴ പെയ്യിപ്പിക്കും. എങ്ങനെ? ആകാശത്തോട് അന്തരീക്ഷത്തോട് ദജ്ജാൽ കൽപ്പിക്കും. ഫതും തിരു, അങ്ങനെ അന്തരീക്ഷം മഴ പെയ്യും. ഫതും പിതു, ഭൂമി മുളപ്പിക്കുകയും ചെയ്യും. വയമുറു ബിൽ ഖരിബതി, ശൂന്യമായ ഭൂമിയിൽ ചെല്ലും. എന്നിട്ട് ഭൂമിയോട് പറയും, അഖ്രിജി കുനൂസകി, എൻ്റെ ഭൂമിയിലുള്ള എല്ലാ സാധനം പുറത്തെടുക്കുമെന്ന് പറയും. സ്വർണം വെള്ളിയും വൈരം മുഴുവൻ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടിക്കും. ആര്? ദജ്ജാൽ തൻ്റെ അനുയായികൾക്ക് വിതരണം ചെയ്യും എന്ന്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ആളുകൾ മുഴുവൻ അവൻ്റെ പിന്നാലെയാകും. അന്ന് ഈമാനിന് പകരം കുഫർ ഗാലിബാകും. അപ്പോഴാണ് പറയട്ടെ, അടുത്ത രംഗം പറയട്ടെ. എന്നാ ഒരു ഷാത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ആ രംഗം? കാണാനൊക്കെ നല്ല രസമുണ്ടാവും. എൻ്റെ ഒരു രംഗാണ് അതൊക്കെ എന്നറിയാം. മനുഷ്യകുലം ഈ സാഹചര്യത്തിൽ അകപ്പെടുമ്പോഴാണ് അപ്പോഴാണ് അല്ലാഹു തആല ഈസ നബിയെ ഇറക്കുക. എങ്ങനെ ഇറങ്ങും? ശരിക്കും എങ്ങനെ? ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാഇ ബിശർഖി ദിമഷ്ഖിൻ, കിഴക്കൻ ഡമസ്കസിലെ വെള്ള മിനാരത്തിന്റെ അരികിലാണ് ഈസ നബി അന്തരീക്ഷത്തിലൂടെ ഇറങ്ങി വരും. സ്വഹീഹ് മുസ്ലിം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രാക്കഥയാണെങ്കിൽ ഇങ്ങനെയാണ് പോയിക്കോളൂ, വലിയ ആളുകൾക്ക് പോകാൻ പറ്റിയ വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇയാൾ രാക്കഥ പറയാൻ തോന്നുകയാണെങ്കിൽ പോയിക്കോളൂ വേഗം. അള്ളാഹു, ഇത് സ്വഹീഹ് മുസ്ലിമിൻ്റെ ഹദീസാണ്. കേട്ടില്ലേ? മനസ്സിലായില്ലേ? യൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാഇ ബിശർഖി ദിമഷ്ഖിൻ, കിഴക്കൻ ഡമസ്കസിലെ വെള്ള മുനാരത്തിന്റെ അരികിൽ ഇറങ്ങി വരും. അവിടെ വെള്ളമുനാരം കിട്ടി. അന്ന് ഈ വെള്ളമുനാരം ഇല്ല എന്നാണ് പ്രധാന അഭിപ്രായം. മനസ്സിലായില്ല? റസൂലുള്ളാഹി ഇത് പറയുമ്പോൾ അവിടെ അങ്ങനെ ഒരു വെള്ളമിനാരം ഇല്ല. കിഴക്കൻ ഡമസ്കസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെളുത്ത മിനാരം, ലോക പ്രശസ്തമായ വെളുത്ത മിനാരമാണ്. ഇന്ന് പ്രത്യേക തടം കെട്ടിയിട്ട് ഇത് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഒക്കെ നാട്ടിൽ കാണാം. ആവശ്യക്കാരുണ്ടെങ്കിൽ ആവശ്യക്കാരൊക്കെ ഒന്ന് പോയി നോക്കുക, പൈസ ഉള്ളവരൊക്കെ ഒന്ന് പോയി നോക്കണം. ബാക്കിയുള്ളവരോട് ആ വിഷയമൊക്കെ വന്ന് പറഞ്ഞു കൊടുക്കണം. ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാഇ ബിശർഖി ദിമഷ്ഖിൻ ബൈന മഹ്റൂറതൈനി, രണ്ട് ചായം മുക്കിയ വസ്ത്രത്തിലായിരിക്കും വരിക. ഏത് ടെക്സ്റ്റൈൽ നിന്നാണ് എടുത്തതെന്നൊന്നും എന്നോട് ചോദിക്കണ്ട. സ്വഹീഹ് മുസ്ലിമിൻ്റെ ഹദീസ്. ബൈന, രണ്ട് ചായം മുക്കിയ വസ്ത്രം ഉണ്ടാവും. രണ്ട് മലക്കിന്റെ ചിറകിൽ കൈ ഇങ്ങനെ നിവർത്തി വെച്ചിട്ടായിരിക്കും വരിക. അലൈഹിസ്സലാത്തു വസ്സലാം. മനസ്സിലായില്ലേ? അന്തരീക്ഷത്തിൽ രണ്ട് ചായമുക്കിയ വസ്ത്രം ഇങ്ങനെ പറക്കും. ഇങ്ങനെ നിങ്ങൾ ആ രംഗം ഒന്ന് കാണാൻ ആലോചിച്ച് നോക്കി. കാണാൻ കുഴപ്പമൊന്നുമില്ല, കാണാൻ ആലോചിക്കാൻ കുഴപ്പമുണ്ട്. പക്ഷെ അന്നിവിടെ ആളുണ്ട്, ദജ്ജാലുണ്ട്, അതാ പ്രശ്നം. നല്ലൊരു രംഗമാണ്. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ രസം ഉണ്ടാവും. ഞാൻ ചില നേരത്തൊക്കെ അങ്ങനെ ഇരുന്നിട്ട് ആ രംഗമൊക്കെ എന്നെ മനസ്സിൽ കൊണ്ടുവരലുണ്ട്. ഭയങ്കര ഒരു സൗന്ദര്യാത്മക രംഗമാണ് അതൊക്കെ. ഭയങ്കര രണ്ട് ചായം മുക്കിയ രണ്ട് വസ്ത്രം കാറ്റിലിങ്ങനെ പറപ്പിച്ചുകൊണ്ട് രണ്ട് മലക്കിന്റെ ചിറകിൽ തൻ്റെ കൈകൾ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? അദ്ദേഹത്തെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം തല നാഴ്ത്തിയാൽ ഇങ്ങനെ അദ്ദേഹം തല താഴ്ത്തിയാൽ ഇങ്ങനെ
വിയർപ്പ് ഇങ്ങനെ ഒറ്റിച്ചാടും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിയർപ്പാണ്. മനസ്സിലായില്ല? ആരുടേത്? ഒന്ന് സഹകരിക്കും മനുഷ്യന്മാർ. ആരുടേത്? ഞാൻ ഒഴുകും. എനിക്കത് കാണാനൊക്കെ പൂതിയാവണം. അത്ര നല്ലൊരു രംഗാണത്. ഒഴുകും, ഇങ്ങനെ വിയർപ്പ് ഒഴുകും. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അങ്ങനെ വിയർപ്പ് ഇങ്ങനെ ഒഴുകും. തലതായി ഇങ്ങനെ ഒഴുകും. താടി ഇങ്ങനെ താഴ്ത്തി നിന്നാലേ താടി കൂടെ ഇങ്ങനെ നെഞ്ചത്ത് കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങും ഏത് നേരം വിയർപ്പ്. താടി അങ്ങനെ ഒന്നങ്ങ് പൊക്കിയാലോ മുത്തുമണികൾ പോലെയാണ് അദ്ദേഹത്തിന്റെ താടിയിലൂടെയും അദ്ദേഹത്തിന്റെ മുഖത്തൂടെയും മുത്തുമണി പോലെയായിരിക്കും വിയർപ്പൊഴുകുന്നത്. മനസ്സിലാവില്ല നിങ്ങൾക്ക്? ഇങ്ങനെ നിന്നാല് ഇങ്ങനെ വിളിക്കും. ഇങ്ങനെ തല പൊക്കിയാലോ മുസ്ലിമിന്റെ ഹദീസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് മനുഷ്യന്മാരെ. താടി ഇങ്ങനെ നീളും. അപ്പോൾ അത് ഇവിടെ എവിടെ കിടക്കും? ഇവിടെ നെഞ്ച് കിടക്കുമല്ലോ. അപ്പം അത് ഇങ്ങനെ ഇങ്ങനെ ഒലിച്ചാണ് പോകും. ഇങ്ങനെ പൊക്കുകയാണെങ്കിലോ അങ്ങനെ തല പൊക്കി പിടിച്ചാലാകട്ടെ മുത്തുമണികൾ പോലെ അദ്ദേഹത്തിന്റെ താടിരോമങ്ങളിൽ നിന്ന് തലയിൽ നിന്ന് അങ്ങനെ മനോഹരമായ വിയർപ്പ് മണികൾ, മുത്തുമണികളെ പോലെയുള്ള വിയർപ്പ് മണികൾ ഒറ്റി വീണുകൊണ്ടേ ഇരിക്കും സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. ഫലാ കേട്ടോളൂ, എന്നെക്കാൾ വലിയ രസം ഫലാ യഹില്ലു ലികാഫിരിൻ യജിദു റീഹ നഫ്സിഹി ഇല്ലാ മാത. അദ്ദേഹത്തിന്റെ വാസന തട്ടിയാൽ കാഫിർ ചത്തു പോകുന്നതാണ്. സ്വഹീഹ് മുസ്ലിം. എവിടുന്ന ഇയാൾ ഈ വാറോല വായിക്കണമെന്ന് വിചാരിക്കണ്ട. സ്വഹീഹ് മുസ്ലിം. വലാ യജിദു റീഹ നഫ്സിഹി വലാ യഹില്ലു ലികാഫിരിൻ യജിദു റീഹ നഫ്സി. അദ്ദേഹത്തിന്റെ വാസന ആർക്കെങ്കിലും അടിച്ചു പോയാൽ ഇല്ലാ മാത, സത്യനിഷേധികൾ മരിച്ചു പോകും. അദ്ദേഹത്തിന് കണ്ണെത്തുന്നിടത്തേക്ക് കാലെത്തുന്ന രൂപത്തിൽ സഞ്ചരിക്കാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞു കണ്ണെത്തുന്ന ദൂരത്തേക്ക് അദ്ദേഹത്തിന് വാഹനമല്ലാതെ സഞ്ചരിക്കാൻ കഴിയും. ആർക്ക്? വർക്കോട് പറയും സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. എങ്ങനെ ഫയത്തുലുബുഹു വന്ന എന്തിനാ വരുന്നത്? ഫയത്തുലുബുഹു വരുന്ന തന്നെ മറ്റോൻ അന്വേഷിച്ചോണ്ട. ആര്? ദജ്ജാൽ. ഫയുദ്രികുഹു ബിബാബിലുദ്ദീൻ. ഇസ്രായേലിനടുത്തുള്ള ലുദ്ദ് കവാടത്തിന്റെ അരികിൽ വെച്ച് ജൂതന്മാരെ താവളമായ ഇസ്രായേലിലെ ലുദ്ദ് കവാടത്തിന്റെ അരികിൽ വെച്ച് ഈസാ നബി ദജ്ജാലിനെ കണ്ടുമുട്ടുകയും ഫയഖ്തുലുഹു കൊന്നുകളയുകയും ചെയ്യും ദജ്ജാലിനെ. സയ്യിദുനാ ഈസാ എന്തിന് കണ്ട കൊല്ലണ്ട ആവശ്യം? കൊല്ലൽ പിന്നല്ലേ. മനസ്സിലായില്ല? ദജ്ജാൽ എങ്ങാനും ഈസാ നബിയെ നാട്ടിലെല്ലാരും പേടിപ്പിച്ച് നടക്കായിരിക്കും. ആര്? ദജ്ജാൽ. ഈ ദജ്ജാലെങ്ങാനും ഈസാ നബിയെ കണ്ടുപോയാൽ ഉപ്പ് വെള്ളത്തിൽ കിടന്ന് ഉരുകും പോലെ അവൻ കിടന്നുരുകുന്നതാണ്. അത്രയും മഹാനായിരിക്കും. ആര്? വർക്കട് പറയേ. ആര്? ഈസാ നബി, സയ്യിദുനാ ഈസാ. ആരെയും ഒന്നും ചെയ്യൂല എന്നൊന്നും വിചാരിക്കണ്ട. ചെയ്യേണ്ടി വന്നാൽ ചെയ്യും. ഈസാ നബി ആരെയും ഒന്നും ചെയ്തിട്ടില്ല എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. ശരിയാ. എന്തുകൊണ്ട്? അന്ന് കയ്യിലുണ്ടായിരുന്നത്. ഒന്ന് സഹകരിക്ക്. അന്ന് ആരോട് യുദ്ധത്തിന് പോയിട്ടില്ല. ശരിയാണ്, യുദ്ധത്തിന് പോയിട്ടില്ല. ശരിയാണ്, അള്ളാഹു ഉയർത്തിക്കൊണ്ടു. എന്തുകൊണ്ട്? അന്ന് കയ്യിലുണ്ടായിരുന്നത് ഇഞ്ചീലായിരുന്നു. ഇഞ്ചീലിനെ കൊണ്ട് അത്രമാത്രമേ അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി മടങ്ങി വരുമ്പോൾ കയ്യിലുള്ളത് ഖുർആനാണ്. അത് കിതാബുൽ മൽഹമ, വിപ്ലവങ്ങളുടെ കിതാബാകുന്നു. അതന്നെ. എന്തിനായാലൊക്കെ മടിക്കേണ്ട ആവശ്യം? ഞാൻ ആരാ നിങ്ങൾക്ക് അറിയോന്ന് ചോദിച്ചു. ഞാൻ ആരാ? അന മുഹമ്മദുൻ وأنا أحمد وأنا الحاشر وأنا العاقب وأنا نبي التوبة وأنا نبي الرحمة وأنا نبي الملحمة. صحيح البخاري.